ലുലുവിൽ പോകാൻ വേണ്ടി പുത്തൻകുരിശ് വരെ വന്നപ്പോൾ തന്നെ നല്ല മഴയായിട്ട് പിന്നെ ഞങ്ങളവിടെ വെയിറ്റിംഗ് ആയേ. വേറെ ആരെയല്ലാട്ടോ വെയിറ്റ് ചെയ്തത്, ചേട്ടാനെയാണ്. ചേട്ടനോട് എസ് എൻ ജംഗ്ഷൻ വരെ ആക്കുമെന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനത്തെ ചേട്ടായി വന്നേ. കാറിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം പ്രശ്നമുള്ളവരാട്ടോ ഇവിടെ എല്ലാവരും. മഴ ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് വന്നിടാൻ പറ്റിയില്ല കേട്ടോ. ഞാനൂട്ടി കിടന്ന പാടെ കണ്ണടച്ചിടുന്നു, ചേച്ചിയും കണ്ണടച്ചോടെ ഇരിപ്പായിട്ടോ. ഞാൻ ഭയങ്കര കോൺഫിഡൻസിലൊക്കെ അവിടെ ഇരുന്നെങ്കിലും സ്റ്റുഡിയോ എത്തിയപ്പോഴത്തേക്കും എനിക്ക് അങ്ങ് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ വേഗം ചാടി കവറൊക്കെ എടുത്തു കേട്ടോ. ഇവരെല്ലാവരും കൂടി എന്നെ നോക്കണപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വന്നത് ഏതുവഴി പോയെന്ന് എനിക്കറിയില്ലേ. ചേട്ടായി പോയ പുറകെ ചേച്ചി അപ്പുറത്തേക്ക് നീങ്ങി അങ്ങ് ഛർദ്ദിച്ചേ. എനിക്കാണെങ്കിൽ വാള് വെച്ച് പോകാത്തതിന്റെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്ക് മെട്രോയിൽ കയറിയിട്ടൊക്കെ ഛർദ്ദിക്കാൻ വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ. പിന്നെ നേരെ ലുലു ഹൈപ്പറിൽ ചെന്നിട്ട് ഒരു സ്പ്രൈറ്റ് മേടിച്ചവൻ കുടിച്ചു കേട്ടോ. അതൊരു 3-4 പ്രാവശ്യം ഗ്യാപ്പിട്ട കുടിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് കഴിക്കാൻ മേടിക്കണം എന്നുള്ള തിരക്കിലായി. നമ്മുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ലുലു വരെ ഒന്ന് കറങ്ങും ചെയ്യുന്നതിലോ കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. ബ്രോസ്റ്റഡ് ചിക്കന്റെ പീസും 2 ടൈപ്പ് ബിരിയാണി പിന്നെ പിസ്താഷ്യോ കുനാഫ കേക്കും ആട്ടോ നമ്മൾ മേടിച്ചത്. മയണൈസിന് അവിടെ പോയ അടി ആയതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് അടിയൊക്കെ തന്നെയായിരുന്നേ. ഞാനൂട്ടിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും വാരി പറക്കി കഴിച്ചിട്ടോ. അവസാനം സ്പഞ്ച് ഒന്നത്തേക്ക് അവിടെ വെച്ചിട്ട് ഞങ്ങളിങ്ങ് പോന്നേ. ആദ്യം സിനിമ കാണാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞങ്ങൾ അതങ്ങ് ഉപേക്ഷിച്ച് 3 മണിയുടെ ഷോയ്ക്ക് കയറിക്കുമ്പോഴത്തേക്ക് പിന്നെ വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് ചോദിച്ചിട്ടോ കയറാൻ. പിന്നെ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നേ. ബാഗിന്റെ റേറ്റ് ഒക്കെ നോക്കി അവിടെ കൂടെയൊക്കെ നടപ്പായിരുന്നു. ഈ മാലയ്ക്കൊക്കെ 1300 ഒക്കെ തൊട്ടാട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 1-2 ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ എടുത്തൊന്നുമില്ല. കുഞ്ഞനാണെങ്കിൽ പെൻസിൽ ഹീൽസ് ഒക്കെ ഇട്ടുകൊണ്ടാട്ടോ വന്നത്. ആക്കും പക്ഷെ കാലിന് ഭയങ്കര വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പായിരുന്നു കേട്ടോ. കുഞ്ഞനും കാലും കൊണ്ട് നടക്കാൻ പറ്റില്ല. ആരും അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം നേരം നിന്നില്ല കേട്ടോ. പോരാന്ന് പറഞ്ഞ് പോന്നേ. തിരിച്ചു വന്നപ്പോൾ ആദ്യം സീറ്റൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാട്ടോ സീറ്റ് കിട്ടിയത്. ഇവിടുന്ന് പോയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വരാൻ ചിലപ്പോൾ 6-7 മണിയൊക്കെ ആവുമായിരിക്കും, സന്ധ്യ ആവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോയെങ്കിലും ഞങ്ങൾ കറക്റ്റ് 4:10 ആയപ്പോൾ പുത്തൻകുരിശ് വന്നേ. വണ്ടി പുത്തൻകുരിശ് ഇരിക്കണോണ്ട് തന്നെ യൂബ്രോട്ട് വിളിച്ചാട്ടോ നമ്മൾ വന്നത്. വേഗം വന്നോണ്ട് തന്നെ അത്ര നേരത്തെ വീട്ടിട്ട് പോകാൻ ആർക്കും മനസ്സിലാട്ടെ. എനിക്കാണെങ്കിൽ ഒരു ചെരുപ്പ് മേടിക്കണായിരുന്നേ. പുത്തൻകുരിശ് നോക്കാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ കുഞ്ഞിന് 2 കൂടെ നമുക്ക് കോളേജിലേക്ക് പോകുന്ന പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോന്നേ. കടകളിലെല്ലാം ചെരുപ്പിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാലിട്ട് ഒന്നും അങ്ങ് സെറ്റ് ആവില്ലാണ്ട്. ഞാൻ ഈ ഷൂ ടൈപ്പ് ഇടുന്നോണ്ട് എനിക്ക് മറ്റേ ടൈപ്പ് ഇടുമ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടണ്ടായില്ലേ. ചെരുപ്പ് നോക്കി നോക്കി ക്രിസ്റ്റലിൽ വന്നിട്ട് അവിടെ നിന്നും കിട്ടിയില്ല. എന്നാൽ പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എന്തായാലും മേടിച്ചേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പതുക്കെ പോകുന്നു കേട്ടോ. പോകുന്നില്ല, സാധനങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് റോയൽ ചായ കുടിക്കാൻ വേണ്ടി വന്നേ. ചേച്ചിയും ജിബിക്കുട്ടിയും ചായയും കോഫിയൊക്കെ കുടിച്ചിട്ടോ. ഞങ്ങൾ ലൈം സോഡയാണ് കുടിച്ചത്. കുഞ്ഞ് ഫ്രഷ് ലൈം പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടായില്ല കേട്ടോ. അതാട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അവിടുന്ന് പോരുന്ന വഴിക്ക് കുഞ്ഞനും ജിബിക്കുട്ടിയും ഞാനോട്ടും കൂടി മലയെക്കുറിച്ചുള്ളിലേക്കാണ് പോയത്. ഞാനും ചേച്ചിയും കൂടി പോണ വഴിക്ക് ഒരു ഇഞ്ചിക്കോളയും ജീരക സോഡയൊക്കെ മേടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.